ടൈറ്റൻസ്, എന്റെ പേരാണ് ഗൗരവ് രാഘവ്. ഞാനൊരു എക്സ് മെർച്ചന്റ് നേവി ഓഫീസറാ. ഞാൻ എന്റെ മെറൈൻ ലൈഫില് മൈക്രോ ആൽഗയുടെ മാജിക് കണ്ടിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്, പിന്നെ കോ ഫൗണ്ടർ ദീപ് പ്രകാശ് സിംഗ്. ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് മാനുഫാക്ചറിങ്ങും പിന്നെ ഓപ്പറേഷൻസും. ആൻഡ് ഞങ്ങൾ തുടങ്ങിയ സംരംഭമാണ് ഓഷൻ ട്രീ. ടൈറ്റൻസ്, ഓഷൻ ട്രീ എങ്ങനത്തെ ഒരു മെഷീനാണെന്ന് വെച്ചാൽ അത് ഡസ്റ്റ് റിമൂവൽ മാത്രമല്ല. ഈ ഓഷൻ ട്രീ ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിന്റെ സഹായത്തോടെ 24 മണിക്കൂറും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. സെയിം അമൗണ്ടിനുള്ള കാർബൺ ഡൈ ഓക്സൈഡും അത് ക്യാപ്ചർ ചെയ്യും. ഏകദേശം ആവറേജ് 7 മരങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കും. ഇത് ഓഷൻ ട്രീയുടെ ഡെമോ ആൻഡ് മിനിയേച്ചർ യൂണിറ്റ് ആണ്. ഇതുപോലെ 7 യൂണിറ്റ് ജയ്പൂരിലെ ലൈവ് ആണ്. 1 GDMയിലും ആൻഡ് 5 ജയ്പൂർ എയർപോർട്ടിലും. എനിക്കറിയാം, ശ്വസിക്കുന്നത് നമുക്ക് വളരെ പ്രധാനമാണ്. പക്ഷെ അതിനേക്കാളും പ്രധാനമായ ഒരു കാര്യമുണ്ട്, നല്ല കാറ്റ് ശ്വസിക്കുന്നത്. ടൈറ്റൻസ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളും ഞങ്ങളോടൊപ്പം ഈ സംരംഭത്തിൽ ചേർന്ന് ഈ മൈക്രോ ആൽഗെ ബേസ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും സൊസൈറ്റിയിലും ആൻഡ് ടു കീപ് സപ്ലൈ ഫ്രഷ് എയർ ഇൻ ടു ദ കൺട്രി. ഞങ്ങൾക്ക് വേണ്ടത് 50 lakhs ഫോർ 3.33% ഈക്വിറ്റി. എല്ലാവരും നന്നായി ശ്വസിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിങ്ങളും കൈകോർക്കണം. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇത്ര യൂണിക് ആയിട്ടുള്ള ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ മെർച്ചന്റ് നേവിയിൽ ഉണ്ടായിരുന്നപ്പോൾ 2009 ഈ ഐഡിയ കിട്ടിയേ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഗ്ലോബലി 70%ലും കൂടുതൽ ഓക്സിജന്റെ കോൺട്രിബ്യൂഷൻ വാട്ടർ ബോഡീസിലൂടെയാണ്. ബീങ് എ ഹ്യൂമൻ ബീങ്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലാൻഡ് ബേസ്ഡ് പ്രോജക്റ്റിലാണ്. പക്ഷെ അതൊരു ലെങ്തി ആൻഡ് ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. ഇത് പ്രോട്ടോടൈപ്പ് ആണോ അതോ മോഡലാണോ? ഇതൊരു ഡെമോ പ്രോട്ടോടൈപ്പ് ആണ് സർ. പക്ഷേ ശരിക്കുള്ളത് ഇതിനേക്കാളും വളരെ വലുതാ. ഏകദേശം ഒരു 6 അടി ഹൈറ്റ് കാണും. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഷുവർ സർ. ടൈറ്റൻസ്, ഇതാണ് സിംഗിൾ സെൽ മൈക്രോ ആൽഗെ. ഇതിന്റെ പേരാണ് സ്പൈറലിന. ഇതില് ഒരു ലൈറ്റ് മുകളിലും ഒരു ലൈറ്റ് താഴെയും ഉണ്ടാവും. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ് നടക്കാൻ വേണ്ടി ലൈറ്റിന്റെ വേവ് ലെങ്ത് സണ്ണിന്റെ വേവ് ലെങ്തുമായി സമാനമായിരിക്കണം. സെയിം സ്പെക്ട്രമും ഉണ്ടാവണം. സോ ഞങ്ങൾ ഈ ലൈറ്റിനെ സണ്ണിന്റെ സെയിം സ്പെക്ട്രത്തിലും വേവ് ലെങ്തിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോട്ടോസിന്തസിസ് സംഭവിക്കാൻ മൈക്രോ ആൽഗയ്ക്ക് ന്യൂട്രീഷൻ ആവശ്യമുണ്ട്. സോ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. മാത്രമല്ല അതിന് കാർബൺ ഡൈ ഓക്സൈഡും ആവശ്യമുണ്ട്. അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് പിന്നീട് ഓക്സിജനായി റിലീസ് ചെയ്യുന്നു. ഇതിന്റെ താഴെ ഞങ്ങൾ ഒരു പമ്പ് വെച്ചിട്ടുണ്ട്. അത് അറ്റ്മോസ്ഫിയറിക് എയറിനെ വലിച്ചെടുത്ത് ഈ വാട്ടറുമായി ഡിഫ്യൂസ് ചെയ്യുന്നു. മൈക്രോ ആൽഗെ ഫോട്ടോസിന്തസിന്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് നല്ല ശുദ്ധമായ ഓക്സിജനെ പുറത്തുവിടുന്നു. ഇതൊരു ഡെമോ പ്രോഡക്റ്റ് യൂണിറ്റ് ആണ്. പ്ലാന്റ്സ് ഗ്രോ ആവാൻ കുറേ സമയമെടുക്കും. ഈ മൈക്രോ ആൽഗെ എല്ലാ 8 മണിക്കൂറിനും ഒരു തവണ 2 മടങ്ങാണ് വളരുന്നത്. 2 മാസത്തിന് ശേഷം അതിന്റെ ബയോമാസ് എത്രത്തോളം വളരുമെന്ന് വെച്ചാൽ മുകളിൽ നിന്നും താഴെ നിന്നും ലൈറ്റിന്റെ പെനിട്രേഷൻ തീർത്തും അസാധ്യമാകും. ആ സമയം നമുക്ക് ഈ പിടിച്ചിരിക്കുന്ന ആൽഗെ പ്ലാന്റ് ഫീഡിന് ഫെർട്ടിലൈസറായും നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസ് മോഡലില് ഇത് ഞങ്ങൾ B2B ആണ് കൊടുക്കുന്നത്. അതായത് ഹോസ്പിറ്റൽസിലും എയർപോർട്ട്സിലും ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റില് അവരുടെ പ്ലാന്റ് ഫീഡില് കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിന് പകരമായി ഈ ആൽഗെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ വേയില് അതിനെ കൊണ്ട് പ്ലാന്റിന് ഫീഡായി മാറാൻ കഴിയും. മാത്രമല്ല നമുക്കവിടെ ഓർഗാനിക് സർട്ടിഫിക്കേഷനും കിട്ടും. ഈ ടെക്നോളജി പേറ്റന്റഡ് അല്ലേ? ഞാൻ ലാസ്റ്റ് ഇയർ നവംബറിൽ അപ്ലൈ ചെയ്തതാ. ടെക്നോളജിയുടെ പേറ്റന്റ് ഉണ്ട്. പക്ഷേ ഇതിന് ഏകദേശം 2 to 3 വർഷം എടുക്കും സർ. അതുകൊണ്ട് ലാബ് കണ്ടീഷനിൽ 16 മണിക്കൂറിന് ഓക്സിജൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഈ മെഷീൻ 16 മണിക്കൂറും സ്വിച്ച് ഇട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. 6 മരങ്ങൾക്ക് സമാനമായ ഓക്സിജൻ അത് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ കാൽക്കുലേഷൻ ESG സസ്റ്റൈനബിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് 5 ഓഷൻ ട്രീ കൊണ്ട് 18,500 പേർക്ക് ഈസി ആയിട്ട് 1 വർഷത്തേക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റുമെന്നാണ്. ടൈറ്റൻസിന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. സാർ, നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് നോക്കിയാലോ? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇന്ററപ്ഷൻ ഇല്ലാതെ ഡിസ്കസ് ചെയ്യാം. ഓഡിയൻസ്, നിങ്ങളുടെ എല്ലാം കയ്യിൽ നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിന് എത്ര മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരേണ്ടത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. %65 ആളുകൾക്കും ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. 35% ആളുകൾ ഇതില്ലെങ്കിലും ജീവിതം ഓക്കെ ആണെന്ന് കരുതുന്നു.